മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് റൈറ്റ് ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. ഫസ്റ്റ് അടുത്തത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവിടെ ഇഷ്ടമാതിരി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും. അതായത് സാലറി കൊടുക്കുന്നുണ്ടാവും, വേജസ് കൊടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ സെയിൽസ് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു സിസ്റ്റമാറ്റിക് മാനറിൽ റെക്കോർഡ് ചെയ്യുന്നു. എവിടെ? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? പ്രോപ്പർ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പീരിയോഡിക്കലി അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലി, ആനുവലി, അങ്ങനെ നമ്മൾ പല ടൈമിലും നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിരുന്നത്. ബേസിക് ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്നതായിരിക്കും മോട്ടീവ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ക്രിയേറ്റ് ആയത് ഈ വർഷം അല്ലെങ്കിൽ ഈ ആനുവൽ ഇയറിൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഇയർ എൻഡിൽ ഇല്ലെങ്കിൽ ഒരു 3 മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ ആനുവൽ പീരീഡിൽ നമുക്കുണ്ടായിരിക്കുന്നത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, അതായത് നമ്മുടെ അസറ്റുകളാണോ ലയബിലിറ്റീസ് ആണോ കൂടിയിട്ടുണ്ടാവുന്നതെന്ന് നോക്കാം. അതായത് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആസ്തി. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡ്യൂസ്, അതായത് ലോൺസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഏതാ കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഗ്രോത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് പ്രൊവൈഡിങ് അക്കൗണ്ട് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. ഇത് നമ്മുടെ എന്തായിരുന്നു? ബേസിക് ഒബ്ജക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഏത് ഒബ്ജക്റ്റീവ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ആയിക്കോട്ടെ, നേച്ചർ ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്നൊരു ആൻസർ ആയിട്ടോ ഇത്. പ്രൊവൈഡിങ് അക്കൗണ്ട് ഇൻഫർമേഷൻ ടു ഇറ്റ് യൂസേഴ്സ്. ആരൊക്കെ ആയിരിക്കും ഈ യൂസേഴ്സ് എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാവും, ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ടായിരിക്കും. അവർ നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ഗ്രാഫായിട്ട് കൊടുക്കാം, ചാർട്ടായിട്ട് കൊടുക്കാം, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഇനി അടുത്തത് ആരൊക്കെയാണ് യൂസേഴ്സ് എന്നാണ് നോക്കുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് നോക്കുന്നത്. ഫസ്റ്റത്തത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, യൂണിയൻ ആൻഡ് എംപ്ലോയി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, ലെൻഡേഴ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ പേരുണ്ടാവും. ഗവൺമെൻറ് ഉണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്, കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാണുന്നത്? ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടാക്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ ലീഗലി ആണോ ചെയ്യുന്നതെന്ന് നോക്കാൻ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്, സോഷ്യൽ ഒബ്ലിഗേഷൻസ് കുറേ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. കോമ്പറ്റേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കാണോ ഇവർക്കാണോ പ്രോഫിറ്റ് കൂടുതൽ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ലെൻഡേഴ്സ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മോട്ടീവ് ഉണ്ടാവും. അതൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്തത് റോൾ ഓഫ് അക്കൗണ്ടിങ്. റോൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നു എന്നാണ് പറയുന്നത്. ഇക്കണോമിക് ഈവൻറ്റ്സ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ റോൾ ഓഫ് അക്കൗണ്ടിങ്ങും മാറിയും മറിഞ്ഞുമൊക്കെ മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇക്കണോമിക്സ് ഈവൻറ്റ്സ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ റിപ്പോർട്ട്, സ്റ്റേറ്റ്മെൻറ്റ്, ക്ലാസിഫിക്കേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളും ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. വൈൽഡ് വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും? ചിലപ്പോൾ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടാവും. അതൊക്കെയാണ് നോക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ? ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അതായത് ഈ സംഭവം അറിയാമെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് മുന്നോട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് എടുത്തത് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതാണ്. അതായത് ഈ ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ്സിന് ഓണർ എന്ന് പറയുന്നതും രണ്ട് പേഴ്സണായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ് എന്ന് പറയുന്ന ഒരാളായിട്ട് തന്നെയാണ് ലീഗലി നമ്മൾ കണക്കാക്കുന്നത്. അതിനാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നു. അതായത് നിയമപരമായിട്ടും ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആളാണ്
എന്നാ പറയുന്നത്. ഇനി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ നമ്മളൊരു സാധനം മേടിക്കുന്നതാവാം, ഇല്ലെങ്കിൽ നമ്മളൊരു സാധനം വിൽക്കുന്നതാവാം. അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു കച്ചവടം നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, മണി അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു മോണിറ്ററി വാല്യൂവിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നു, അതിനെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തത് അസറ്റ്. ഈ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മുടെ ഒരു ബിസിനസ്സിനുണ്ടാകുന്ന ആസ്തി. അതായത് നമ്മൾ പൈസ കൊടുത്തൊരു സാധനം മേടിച്ചു, ആ സാധനം നമുക്ക് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നൊരു ആസ്തിനെ നമ്മൾ അസറ്റ് എന്ന് പറയണം. അതായത് നമ്മളിപ്പോൾ പൈസ കൊടുത്തൊരു മെഷീനറി മേടിക്കുന്നു, ഈ മെഷീനറിയിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വിൽക്കാൻ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, കുറേ കാലത്തേക്ക് നിൽക്കുന്നുണ്ടാവില്ലേ. ഇന്ന് മെഷീനറി മേടിച്ചു, നാളെ മെഷീനറി മേടിച്ചു, അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ. ഒരു മെഷീനറി മേടിച്ചാൽ 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് ഫിക്സ്ഡ് ആയിട്ട് അതുണ്ടാവുമല്ലോ. അതിനാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഇനി മെഷീനറി മാത്രമൊന്നുമല്ല കേട്ടോ അസറ്റ്. അസറ്റിന് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാവേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അസറ്റിന് കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റത്തേത് നോൺ കറണ്ട് അസറ്റ്, രണ്ടാമത്തേത് കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഡിഫേർഡ് ടാക്സസ് ഉണ്ട്, ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്, അതർ നോൺ കറണ്ട് അസറ്റ്സ് ഉണ്ട്. ഇനി ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്സും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞല്ലോ. ഇത് ഓർക്കുമ്പോൾ, ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ കടം മേടിച്ചെന്ന്. അങ്ങനെ ഓർക്കരുത് കേട്ടോ. നമ്മൾ കടം കൊടുത്ത സാധനത്തിനാണ് നമ്മൾ ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞത്, ലോങ് ടൈമിലേക്ക് കൊടുക്കുന്നതാണ്. ഇനി അടുത്തത് നോൺ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ കറണ്ട് അസറ്റ്സ്. ഇതും ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളെടുത്താന്ന്. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് കാലത്തേക്ക് ലോൺസ് കൊടുത്തേക്കുന്നതിനാണ് ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റായിട്ട് പഠിക്കാം. അപ്പം നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ഇല്ലെങ്കിൽ ഒരു ഡെപ്റ്റിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ വേർഡ്സ് കറക്റ്റായിട്ട് എക്സാമിൽ എഴുതുമ്പോൾ ഉണ്ടാവണേ. ഒബ്ലിഗേഷൻ, ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മൾ കടം മേടിക്കുന്നതാണ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ചിലപ്പോൾ ലോങ് ടൈമിലേക്കായിരിക്കും, ഇല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കായിരിക്കും. നമ്മൾ കുറച്ച് പൈസ വേറെ ആരെങ്കിലും അടുത്തുനിന്ന്, ഒരു ബിസിനസ്സിന് വെളിയിൽ നിന്നുള്ള ഒരാളുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ബിസിനസ്സിനകത്തു നിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരും, ഇപ്പോൾ നമ്മുടെ കയ്യിൽ മെഷീനറി മേടിക്കുമെങ്കിൽ 1 കോടി രൂപ വേണമെങ്കിൽ കുറച്ച് പൈസ കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുക്കും. അതിനാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ലോൺ എടുക്കുന്നത് മാത്രമല്ല, വേറെ കുറേ ഉണ്ട്, എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ് നോക്കാം. നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അസറ്റിൻ്റെ പോലെ തന്നെ ഇത് ഓർക്കണേ. ഇനി അടുത്ത് ലോങ് ടൈം ബോറോവിൻസ്, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ ലോങ് ടൈം ലയബിലിറ്റീസ്, ലോങ് ടൈം പ്രൊവിഷൻസ്. ഇത്രയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇനി കറണ്ട് ലയബിലിറ്റീസോ, ഷോർട്ട് ടൈം ബോറോയിൻസ്, ട്രേഡ് പേബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, ഷോർട്ട് ടൈം പ്രൊവിഷൻസ്. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇനി അടുത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ഇട്ടിട്ട് ആയിരിക്കും ആ ബിസിനസ് തുടങ്ങുന്നത്. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഓണറായിരിക്കും തരുന്നത്, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും തരുന്നത്. അതും നമ്മളൊരു കടമായിട്ട് തന്നെയാണ് കൂട്ടുന്നത്, തിരിച്ച് കൊടുക്കേണ്ട പൈസ തന്നെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതൊരു ലീഗൽ ഒബ്ലിഗേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും ഇതിനെ നമ്മൾ കാണിക്കുന്നത്, ക്യാപിറ്റൽ. ഇനി അടുത്തത് സെയിൽസ്. സെയിൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് വരുമാനം കിട്ടുന്നതിനാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്, ക്യാഷ് സെയിൽസും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അത് കടത്തിനായിരിക്കും കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ പൈസയ്ക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതാണത്. ക്രെഡിറ്റ് സെയിൽസാണ് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ എന്തെങ്കിലും സാധനം സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന ആ ഒരു വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായ കോസ്റ്റ്. അതായത് ഇപ്പോൾ ഞാനൊരു പേന നിർമ്മിക്കാൻ പോവാണ്, അപ്പോൾ ആ പേന നിർമ്മിക്കാൻ വേണ്ടി വന്ന കോസ്റ്റുകൾ, അതായത് ലൈറ്റ്, ഹീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് കൂട്ടുന്നത്. ഇനി അടുത്തത് എക്സ്പെൻഡിച്ചർ. ഈ എക്സ്പെൻഡിച്ചറും എക്സ്പെൻസസും തമ്മിൽ മാറിപ്പോരുത്, രണ്ടും രണ്ടാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ സാധനങ്ങളില്ലേ, അതായത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പേന നിർമ്മിക്കാൻ എന്തൊക്കെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, മിഷനറി, അങ്ങനത്തെ അസറ്റുകളെ
അങ്ങനത്തെ അസറ്റുകൾ മേടിക്കാണ്ടായ ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. രണ്ടും മാറിപ്പോരുത് കേട്ടോ. ഇനി അടുത്തത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിലവുകൾക്ക് മുകളിലായിരിക്കണം നമ്മുടെ വരുമാനം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഗെയിനും പ്രോഫിറ്റും തമ്മിൽ മാറിപ്പോരുത്. ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിനിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വർഷത്തിൽ 1 or 2 ഒക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂവും പ്രോസസ്സാണ്. അത് തന്നെ പിന്നെ നടന്നുകൊണ്ടേയിരിക്കും. ഒന്നിലെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ലോസ് ആയിട്ട്. പക്ഷേ ഗെയിൻ എന്ന് പറയുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മളൊരു മിഷനറി എടുത്ത് വിറ്റു, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാൻഡ് എടുത്ത് വിറ്റു, അന്നേരം നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടി. അതിനാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രോഫിറ്റിന് നേരെ ഓപ്പോസിറ്റ്. അതായത് നമുക്ക് ഈ ബിസിനസ്സിലുണ്ടായത് എക്സ്പെൻസസ് ആണ് കൂടുതലുണ്ടായത്, ഏതിനേക്കാളും റവന്യൂവിനേക്കാളും. അതിനെ നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ ചിലപ്പോൾ ഡിസ്കൗണ്ടായിട്ട് നമുക്ക് സെയിൽസ് നടത്തേണ്ടി വരും, ഇല്ലെങ്കിൽ സെയിൽസ് നടത്തേണ്ടി വരും, ഇല്ലെങ്കിൽ പർച്ചേസസ് നടത്തേണ്ടി വരും. അതായത് നമ്മൾ ബൾക്കായിട്ട് കുറേ സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കിഴിവ് തരുന്നു. അതിന് നമ്മൾ പറയുന്നതാണ് ഡിസ്കൗണ്ട്. ഇതെന്തിനെ സഹായിക്കുന്നു? നമുക്കിപ്പോൾ കൂടുതൽ സെയിൽസ് ഉണ്ടാവാൻ സഹായിക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത് വൗച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷൻ നടന്നു എന്നതിനുള്ള തെളിവ്. ഇപ്പോൾ ബിൽസ് പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് തരത്തില്ല. നമ്മളൊരു കടയിൽ പോയി സാധനം മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുന്നു? അവർ റെസിപ്റ്റ് എഴുതി തരുന്നു. അതിനെയൊക്കെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ബൾക്കായിട്ടുള്ള ഒരു കുറേ സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതിന്, ഇല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യാൻ വെച്ചേക്കുന്നത് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നു. ഈ ഗുഡ്സിൻ്റെ നമ്മളൊരു ഓപ്പണിങ്ങിൻ്റെ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഇയർ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ഗുഡ്സ് മേടിച്ച് വെച്ചേക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഓപ്പണിംഗ് ഗുഡ്സ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഗുഡ്സ് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ക്ലോസിങ്ങിലാണ് ആ ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ അതിന് ക്ലോസിങ് ഗുഡ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നു. ഇനി അടുത്ത ഡ്രോവിങ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എൻറ്റിറ്റി എന്നാണെന്ന് മനസ്സിലാക്കണം. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസിനാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻറ്റിറ്റി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡ്രോവിങ്സിനാണ്. അപ്പോൾ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സും ഓണറും രണ്ടാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിന് ഓണർ വന്നിട്ട് ഞാനിതിൻ്റെ ഓണറാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല. അതിന് നമ്മൾ വേറെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതണം. അതും ഒരു കടമായിട്ടാണ് കൂട്ടുന്നത്. തിരിച്ച് കിട്ടാനുള്ളത് പോലെയാണ് ബിസിനസ്സിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതാവും. അതായത് ക്രെഡിറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് പൈസ കൊടുത്തിട്ടായിരിക്കും മേടിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നതാണ് പർച്ചേസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ബിസിനസ്സിൽ പാക്കിങ്ങിന് വേണ്ട സാധനങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിനെല്ലാം നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നു. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബൾക്കായിട്ടുള്ളൊരു സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകുന്നു, അതിനെ പറയുന്നതാണ് സ്റ്റോക്ക്. അതിപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാലും അതിനാണ്. ചരക്ക്, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങൾ ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അറ്റ് ബിഗിനിങ്ങും ഉണ്ട് എൻഡും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വർഷം തുടങ്ങിയ സമയത്തുള്ളതാണെങ്കിൽ ബിഗിനിങ്ങും, ഒരു വർഷം തീരുമ്പോൾ ഉള്ളതാണെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അറ്റ് എൻഡും എന്ന് പറയും. ക്ലോസിങ്ങിൻ്റെ ടൈമിലും ഓപ്പണിങ്ങിൻ്റെ ടൈമിലും. ഈ മിക്കവാറും കേസിലല്ല, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു വർഷത്തെ ഇയർ എൻഡിങ്ങിനുണ്ടാകുന്ന ക്ലോസിങ് സ്റ്റോക്കാണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് 31/12/2015 എൻ്റെ കുറേ സ്റ്റോക്ക് ആണെങ്കിൽ അടുത്ത വർഷത്തെ 1/1/2016 സ്റ്റോക്ക് അതായിരിക്കും. മെയിൻ ടോപ്പിക് ആയിട്ടോ പഠിക്കാൻ പോകുന്നത് ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്, മാറിപ്പോകാൻ വളരെ സാധ്യതയുള്ളതാണ്. ഡെബ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും. അയാൾ ബിസിനസ് നടത്തുന്ന ആളായിരിക്കും. അയാൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ കടത്തിന് മേടിക്കുന്നു, ക്രെഡിറ്റിന് മേടിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെബ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്രെഡിറ്റർ. എന്തായിരിക്കും? അയാൾ സാധനങ്ങൾ കടത്തിന് മേടിക്കത്തില്ല, പകരം പൈസ കൊടുത്തായിരിക്കും മേടിക്കുന്നത്. അതിനാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റിന് സാധനങ്ങൾ മേടിക്കുന്ന ആൾ ഡെബ്റ്ററും, അല്ലാതെ പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കുന്ന ആൾ ക്രെഡിറ്ററുമാണ്. മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേരും എന്താണ്? സെപ്പറേറ്റ് പേഴ്സൺ, ഇല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീനെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? മാറിപ്പോകരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡെബ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ?
കടത്തിന് സാധനങ്ങൾ മേടിക്കുന്നത്, ഇല്ലെങ്കിൽ കടത്തിനായിരിക്കും അയാൾ സാധനങ്ങളൊക്കെ കൈപ്പറ്റുന്നത്, അയാളെ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നു. ഇനി ഈ കടം കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.